അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ. ബാക്കി ശ്രദ്ധിക്കണം. അലാ സയ്യിദിനാ മുഹമ്മദനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖ്ളാ ബിഹിൽ ഹവായിജ് വതനാലു ബിഹിർ റഗായിമ വഹുസ്നൽ ഖവാതിം. അതിന് നബിന്റെ പേരിൽ സ്വലാത്ത് ഉണ്ടാവട്ടെ, സലാം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നബി ആരാണ്? ഇനിക്ക് നബി ആരാണ്? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരുന്നവനാണ്. അള്ളാഹിനെ പറ്റി പറയേണ്ട വാക്കാണത്. ഇത് നബിന്റെ പേര് കിട്ടുകൊടുത്തു. ആ പ്രവാചകൻ ആരാന്നറിയോ? എല്ലാ മാനസിക പ്രയാസങ്ങളും സങ്കടങ്ങളും നീക്കിത്തരുന്നവനാണ്. ഇനിയോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്നവനാണ് ആ നബി. ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരുന്നവനാണ് ആ നബി. ഇത് പറയൂ, അർത്ഥറിഞ്ഞുകൊണ്ട് നമുക്കിത് ചൊല്ലാൻ പറ്റുമോ? നമ്മുടെ പൂർവികരായ ആളുകളിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. പല വിമർശനങ്ങൾക്കും വിധേയമായിട്ടുള്ള ഒരു സ്വലാത്ത് കൂടിയാണ് അല്പം മുമ്പ് നാം കേട്ടതുപോലെ. എന്നാൽ പരിശുദ്ധ ഖുർആനിന് അപ്പുറത്ത്, ഖുർആനിന് വിരുദ്ധമായ ഖുർആനിക ആശയങ്ങൾക്ക് പുറത്തുള്ള ഒരു കലിമത്ത് പോലും ഈ സ്വലാത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. നോക്കൂ, ഇതിന്റെ വിമർശകര് ഉന്നയിക്കുന്ന വാദം നാം ഒന്ന് കേൾക്കണം. അവരുടെ ചെറിയ ഒരു ലേഖനം അവരെഴുതുകയാണ് ഈ സ്വലാത്തിനെ സംബന്ധിച്ച്. അതൊന്നും ഞാൻ വായിക്കാം. കേരള മുസ്ലിമീങ്ങളിൽ സുപരിചിതവും അവരിൽ പലരും പതിവായി ചൊല്ലാറുമുള്ള ഒരു ബിദ്അഈ സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതും ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധവുമായ ഈ സ്വലാത്ത് സാധാരണക്കാരന് ബോധ്യപ്പെടുത്താനായി അതിന്റെ അറബി മൂലത്തോടുകൂടെ പരിഭാഷ കൊടുക്കുന്നു. അപ്പൊ അവര് കൊടുത്ത ആ പരിഭാഷ വച്ചിട്ട് ആ അർത്ഥത്തിന് പരിശുദ്ധ ഖുർആനുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അവര് കൊടുക്കുന്ന അർത്ഥം, അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില, അല്ലാഹുവേ സമ്പൂർണമായ അനുഗ്രഹം നീ നൽകണമേ. വസല്ലിം സലാമൻ താമൻ, പൂർണമായ രക്ഷയും നീ നൽകണമേ. അലാ സയ്യിദിനാ മുഹമ്മദിൻ, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ്, അദ്ദേഹത്തെ കൊണ്ട് പ്രയാസങ്ങൾ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, അവിടത്തെ ബഹുമാനിക്കുന്ന ഒരാൾക്കും അവിടത്തെ സംബന്ധിച്ച് അദ്ദേഹം ആ ദേഹം എന്നൊന്നും പറയാൻ സാധിക്കൂല. അതുകൊണ്ട് അദ്ദേഹം എന്ന ഭാഗത്ത് ബഹുമാനത്തോടെ നമുക്ക് അവിടത്തെ എന്ന് വായിക്കാം. അവിടത്തെ കൊണ്ട് പ്രയാസങ്ങൾ മാറും. വതൻഫരിജു ബിഹിൽ ഖുറബ്, അവിടത്തെ കൊണ്ട് ദുരിതങ്ങൾ നീങ്ങും. വതുഖ്ളാ ബിഹിൽ ഹവായിജ്, അവിടത്തെ കൊണ്ട് ആവശ്യങ്ങൾ നിറവേറും. വതുനാലു ബിഹിർ റഗായിബ്, അവിടത്തെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കും. വഹുസ്നുൽ ഖവാതിമി, അവിടത്തെ കൊണ്ട് അവസാനം നന്നാകും. വയസ്തസ്കൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം, ബഹുമാന്യനായ അവിടത്തെ മുഖം കൊണ്ട് മഴ പെയ്യും. വഅലാ ആലിഹി വസ്വഹ്ബിഹി, അവിടത്തെ കുടുംബത്തിലും അനുചരന്മാരിലും. ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ, എല്ലാ നിമിഷത്തിലും എല്ലാ ശ്വാസത്തിലും. ബിഅദദി കുല്ലി മഅലൂമിൻ ലക്ക്, അല്ലാഹുവേ നിനക്ക് അറിയാവുന്ന എല്ലാ എണ്ണവും കൊണ്ട് നീ സ്വലാത്തും സലാമും ചൊരിയണമേ, വർഷിപ്പിക്കണമേ. ഇതാണ് വിമർശകരായ ആളുകള് ഈ സ്വലാത്തിന് വെക്കുന്ന അർത്ഥം. ഇതിലെന്താ പ്രശ്നം? ഇവര് പറയുന്ന വാദം, ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില വിശേഷണങ്ങൾ, ചില ഗുണഗണങ്ങൾ ഈ സ്വലാത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മഴ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കും. നബിതങ്ങളെ കൊണ്ട് ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കും എന്ന് വിശ്വാസമില്ലാത്തവന്റെ സ്ഥാനം എവിടെയാ കൂട്ടരെ? നബിതങ്ങളെ കൊണ്ട് ഈമാൻ കിട്ടി മരിക്കാൻ സാധിക്കൂല എന്ന് വിശ്വാസമുള്ള ഒരാളുടെ സ്ഥാനം എവിടെയാ പരിശുദ്ധ ഇസ്ലാമില്? അഷ്റഫുൽ മുഷറഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണ് സൃഷ്ടി ലോകത്ത് അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയുന്നത്. അതിലെന്താ തർക്കമുള്ളത്? ആർക്കാ തർക്കമുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാ പ്രയാസങ്ങൾ മാറുന്നത്. മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും സാധിക്കുന്നത് അവിടുന്ന് കാണിച്ചു തന്ന ആ പാന്താവിലൂടെ, ആ ശരീഅത്തിലൂടെ സഞ്ചരിക്കുമ്പോഴാ. പ്രതിസന്ധികൾക്ക് പരിഹാരം അവിടുന്ന് കാണിച്ചു തന്ന പരിഹാര മാർഗത്തിലൂടെയാണ്.
ഇവിടെ നാരിയത്ത് സ്വലാത്തിന്റെ സാഹിബായ ഇബ്രാഹിമുൻ നാസി തങ്ങൾ പറഞ്ഞത് ബിഹി എന്ന നിബിതങ്ങൾ മുഖേന, നിബിതങ്ങളെ കൊണ്ട്, നിബിതങ്ങൾ നിമിത്തമായിട്ട് എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നബിതങ്ങൾ തന്നെ ഈ ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമെന്ന. ലേഖനത്തിൽ തുടർന്ന് കാണാൻ സാധിക്കും, അവരങ്ങനെ അർത്ഥം പറഞ്ഞിട്ട് പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തല്ല. വേണ്ടടോ, അള്ളാഹുവിന്റെ റസൂൽ അനുവാദം കൊടുത്താൽ മതി, അനുവാദം തന്നാ മതി. നബിതങ്ങൾ പഠിപ്പിച്ചു തന്ന, അവിടുന്ന് പറഞ്ഞു തന്ന അതേ സ്വലാത്ത് തന്നെയാണ് ചൊല്ലാൻ പാടുള്ളൂ എന്നില്ലല്ലോ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുദീർഘമായ ഒരു സ്വലാത്ത് അബൂ ഹാമിദ് അൽ ഗസാലി തങ്ങള് തന്റെ ഇഹ്യയിൽ ഉദ്ധരിക്കുന്നുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ കടക്കുന്നില്ല. അവർ പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്തല്ല. പിശാചിന്റെ ദുർബോധനത്താൽ പ്രവാചകന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിമുൻ നാസി എന്ന ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ് ഈ സ്വലാത്ത്. ഈ സ്വലാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വിശേഷണമാണ് നൽകിയത്. ഇതാണ് ഇത്ര വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വിശേഷണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് വച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ നിന്ന് 2 നാമം കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തു തൗബ 12-ാമത്തെ വചനം നോക്കൂ നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു മുത്ത് നബി തങ്ങളെ വിളിക്കുകയാണ്, റഊഫായ നബിയേ, റഹീമായ നബിയേ. നബി തങ്ങൾക്ക് അല്ലാഹ് വച്ച വിശേഷണം, അല്ലാഹ് വച്ച പേര്, അള്ളാന്റെ 2 നാമങ്ങള്. എന്ത്? റഊഫ്, റഹീം എന്നുള്ളത്. അപ്പൊ സ്വലാത്തില് പറഞ്ഞതാ വലിയ പ്രശ്നം. ഇനി നോക്ക് നിങ്ങള്, സ്വലാത്തു നാരിയയിലെ ഇബ്രാഹിമുൻ നാസി തങ്ങള് ബിഹി എന്നാണ്, നബിതങ്ങൾ മുഖേന പ്രയാസങ്ങൾ മാറുമെന്നാ പറഞ്ഞത്. എന്നാൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എന്താ പറഞ്ഞത്? ആ പ്രവാചകൻ ഈ ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും, ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധികൾ ആ പ്രവാചകൻ മാറ്റിക്കൊടുക്കും. എത്ര വ്യക്തമായിട്ടാ സൂറത്തുൽ അഅറാഫ് 157-ാമത്തെ വചനം അല്ലാഹു തആല പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്ന സത്യവിശ്വാസികളെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, الذين يتبعون الرسول النبي الأمي الذي يجدون مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയ, നിരക്ഷരരായ നബിയെ അവർ പിൻപറ്റുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഉത്തരവാദിത്തങ്ങള്, ചില ഡ്യൂട്ടി അല്ലാഹു തആല എണ്ണി പറയുന്നുണ്ട്. എന്താ അത്? യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ആ പ്രവാചകൻ നന്മ കൽപ്പിക്കുന്നു, ആ പ്രവാചകൻ തിന്മയെ വിലക്കുന്നു. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതി വയുഹർറിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ നല്ലത് അനുവദിച്ചു കൊടുക്കുന്നു, മോശപ്പെട്ട കാര്യങ്ങളെ നിഷിദ്ധമാക്കുന്നു. ഡ്യൂട്ടിയാ, നബിതങ്ങളുടെ ഡ്യൂട്ടിയാണത്. എന്ത്? നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക.
നല്ല കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുക, മോശപ്പെട്ട കാര്യങ്ങൾ നിഷിദ്ധമാക്കുക. തീർന്നില്ല. ആ പ്രവാചകന്റെ ഡ്യൂട്ടിയാണ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം. ആ പ്രവാചകൻ പാവപ്പെട്ട ഉമ്മത്തിനെ തൊട്ട് പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, മനോദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നു. ഈ ഉമ്മത്തിന്റെ പ്രയാസങ്ങൾ ആ പ്രവാചകൻ ഇറക്കി വെക്കുന്നു. വൽ അഗ്ലാലല്ലതീ കാനത് അലൈഹിം, അവരിലുള്ള ചങ്ങലക്കെട്ടുകൾ, ബന്ധനങ്ങൾ, പ്രതിസന്ധികൾ ആ പ്രവാചകൻ അയച്ചു കൊടുക്കുന്നു. എന്ത്? ഈ ഉമ്മത്തിന്റെ പ്രതിസന്ധികള്, പ്രയാസങ്ങള്, ചങ്ങലക്കെട്ടുകള് ആ പ്രവാചകൻ അഴിച്ചു കൊടുക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ ഡ്യൂട്ടിയായിട്ട് അല്ലാഹു തആല പറയാ, فالذين آمنوا به وعزروه ونصروه. ആ നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും വഅസ്സറൂഹു, ആ പ്രവാചകന് ശക്തി പകരുകയും വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ ഫത്തബഉൻ നൂറല്ലദീ ഉൻസില മഅ, ആ പ്രവാചകന് അല്ലാഹു ഇറക്കിക്കൊടുത്ത പ്രകാശമായ പരിശുദ്ധ ഖുർആൻ അവർ അനുസരിക്കുകയും അവർ പിൻപറ്റുകയും ചെയ്യുന്നു. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് വിജയിച്ച ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ. ആര്? ഈ വിശേഷണങ്ങൾ. ഏത് വിശേഷണങ്ങള്? നന്മ കൽപ്പിക്കുന്ന പ്രവാചകൻ, തിന്മയെ വിലക്കുന്ന പ്രവാചകൻ, നല്ല കാര്യങ്ങൾ അനുവദിച്ചു നൽകുന്ന പ്രവാചകൻ, മോശപ്പെട്ടതിനെ വിലക്കുന്ന പ്രവാചകൻ, നിഷിദ്ധമാക്കുന്ന പ്രവാചകൻ, ഈ ഉമ്മത്തിനെ തൊട്ട് പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുന്ന പ്രവാചകൻ. ഈ ഗുണങ്ങളുള്ള പ്രവാചകനിൽ വിശ്വസിക്കുകയും ആ പ്രവാചകനെ സഹായിക്കുകയും ആ പ്രവാചകന് ശക്തി പകരുകയും അവിടുന്ന് ഇറക്കിക്കൊടുത്ത ആ മുത്തുനബിതങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റസൂലും പറഞ്ഞ കാര്യം പറ്റൂലാന്ന് ഞാൻ വാശി പിടിച്ചിട്ട് വലിയ കാര്യമുണ്ടോ കൂട്ടരെ? സലാത്തുൻ നാരിയിൽ പറഞ്ഞപ്പോ വലിയൊരു പ്രശ്നം അല്ലേ? പരിശുദ്ധ ഖുർആൻ സലാത്തുൻ നാരിയില് നബിയെ കൊണ്ട് പ്രയാസങ്ങൾ നീങ്ങുമെന്ന് പറഞ്ഞെങ്കിൽ അല്ലാഹു പറയാ ആ നബി തന്നെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കും. ഇനി നോക്കൂ നിങ്ങൾ, നബിയെ കൊണ്ട് മഴ പെയ്യുമത്രേ. എത്ര വലിയ വങ്കത്തരമാണ് ആ പറയുന്നത്. നബിയെ കൊണ്ട് മഴ കിട്ടിയില്ലേ കൂട്ടരെ? മഴ കിട്ടി, മഴ കിട്ടിയിട്ടുണ്ട്, മഴ കിട്ടും നബിയെ കൊണ്ട്. നോക്കൂ നിങ്ങൾ, അവിടുത്തെ കൊച്ചാപ്പയായ അബൂ ത്വാലിബ് മുസ്ലിമായിട്ടല്ല മരിച്ചത് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എങ്കിൽ തന്നെയും അബൂ ത്വാലിബിന്റെ ജീവിതകാലത്ത് അബൂ ത്വാലിബ് ആലപിച്ച 2 വരി കവിത അബൂ ത്വാലിബിന്റെ മരണത്തിന് ശേഷം മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് ആലപിക്കുകയും ആ കവിത കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു കാണും, സുസ്മേര വദനം പ്രകടമാകും. എന്തിനേറെ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അബൂ ത്വാലിബിന്റെ കവിത ആലപിച്ചിട്ടുണ്ട്. നിബിതങ്ങൾ മൗനാനുവാദം കൊടുത്തു മാത്രല്ല, പുഞ്ചിരിച്ചുകൊണ്ട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. എന്താ അവിടുത്തെ കവിത? അതുകൊണ്ട് തന്നെ അത് ഹദീസിന്റെ ഭാഗ. ബുഖാരിയും മുസ്ലിമും ഇത് ഉദ്ധരിക്കുന്നത് കാണാം. എന്താ അബൂ താലിബിന്റെ കവിത? എന്താ? സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി യലൂദു ബിഹിൽ ഹല്ലാകു മിൻ ആലി ഹാശിമി ഫഹും ഇൻദഹു ഫീ നിഅമതിൻ വഫവാളിലി. അബൂ ത്വാലിബ് ചൊല്ലിയ കവിത എന്താണ് മുത്തുനബി തങ്ങളെ സംബന്ധിച്ച്? ഉജ്ജലാരൂപനാം അവിടത്തെ വദനത്തെ മുൻനിർത്തി മഴ തേടും വാറുമുകീലതിനോട്. ഹബീബായ നബി തങ്ങളുടെ തിരുവദനം കൊണ്ട് മഴ തേടുമെന്ന് അബൂ ത്വാലിബ് ചൊല്ലുകയാണ്, അബൂ ത്വാലിബ് പാടുകയാണ്. ഈ കവിത സ്വഹാബത്ത് ഏറ്റുപാടിയപ്പോ അള്ളാഹുവിന്റെ റസൂല് പുഞ്ചിരി തൂകിക്കൊണ്ട് അതിന് പ്രോത്സാഹനം നൽകുകയാണ്. മുത്ത് നബിയെ കൊണ്ട് അവിടത്തെ തിരുവദനം കൊണ്ട് മഴ ലഭിക്കുമെന്ന് പാടിയപ്പോ
അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞ? അത് പാടില്ല, അത് ശിർക്കാ, എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത പറയരുത് എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോ അവിടുന്ന് പുഞ്ചിരി തൂകി സ്വഹാബത്തിന് പ്രോത്സാഹനം നൽകി. അല്ലേ? ഇതെവിടെ ഉണ്ട്? സുഹീഹുൽ ബുഖാരി, സുഹീഹു മുസ്ലിം. മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്തിൽ പരിശുദ്ധമായ ഖുർആനിനും പരിശുദ്ധ ഹദീസിനും വിരുദ്ധമായ ഒന്നും തന്നെയില്ല. ആ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങൾ എന്താണോ അതന്നെയാണ് ഈ സ്വലാത്തിലും ഉള്ളത് എന്ന് ഉണർത്തുന്നു. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.